ഹലോ, നമുക്കൊന്ന് മുത്തപ്പനെ പോയി കണ്ടിട്ട് വന്നാലോ? അങ്ങനെ ഒരു 6:30 ആകുമ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. വീട്ടിൻ്റെ കുറച്ച് താഴോട്ട് നിന്ന് കഴിഞ്ഞാൽ വടകരയ്ക്ക് ബസ് കിട്ടും കേട്ടോ. അങ്ങനെ അവിടുന്ന് ബസ്സൊക്കെ കിട്ടി ഞാനിതാ വടകര വന്ന് ഇറങ്ങി കേട്ടോ. അവിടുന്ന് ഒരു ചായയും 10 രൂപ കഴിച്ച് ഞാൻ തലശ്ശേരി ബസ് കയറി. തലശ്ശേരി ബസ്സിലൊന്നും ഒരാൾ മനുഷ്യനില്ല. ആരോ എന്നോട് പറഞ്ഞ് തലശ്ശേരി ബസ് കയറി അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടുന്ന് നേരിട്ട് മുത്തപ്പൻകാവിലേക്ക് ബസ് കിട്ടുന്നത്. പക്ഷേ അവിടുന്ന് അങ്ങനെ ബസ്സേ ഇല്ല കേട്ടോ. അവിടുന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് കണ്ണൂർ തന്നെ പോകണം മോളേന്ന്. അങ്ങനെ ഞാൻ ഇത് അവിടുന്ന് കണ്ണൂരേക്ക് ബസ് കയറി കേട്ടോ. കണ്ണൂർ ഓടി പിടിച്ചാൽ കയറിയേ. അങ്ങനെ അവിടുന്ന് ഓടേണ്ടി വന്ന്, പിന്നെ ഇതാ പറശ്ശിനിക്കുള്ള ബസ്സിന് ഓടേണ്ടി വന്ന്. അങ്ങനെ എങ്ങനെയൊക്കെയോ ഞാൻ അവിടെ വന്ന് ഇറങ്ങിട്ടോ. പിന്നെ ഇപ്പോൾ 3 ആൾക്കാരെ ബാക്കിൽ തന്നെ ഞാൻ പോയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വഴി അറിഞ്ഞൂടാ. ഞാൻ ഇന്നേ വരെ ഇങ്ങനെയൊന്നും വന്നിട്ടില്ല. എപ്പോഴും ഞാൻ വീട്ടുകാരോടെ വരരുത്. അപ്പോൾ അപ്പുറത്തെ ഒരു ചുരം പോലത്തെ ഒരു വഴിയൊക്കെ ഇറങ്ങിയിട്ടാണ് ഞാൻ പോവാറ്. ഇങ്ങനെ ഞാൻ നടന്നു പോയിട്ടേ ഇല്ല. ഈ ഒരു വഴി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എങ്ങോട്ടുള്ള വഴിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സ്റ്റെപ്പൊക്കെ ഇറങ്ങിയിട്ട് മുത്തപ്പൻകാവിലേക്ക് പോകുന്നത് കേട്ടോ. പിന്നെ ഇവരൊക്കെ കണ്ടതിലൊരു സമാധാനം കേട്ടോ. നമ്മൾ എത്താനായി എന്നുള്ളൊരു ബോധം നമുക്ക് വരുമല്ലോ. ഇത്രയും സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് ഇതിലൂടെ വഴിയുണ്ട് എന്നുള്ളത് ഒന്നും എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഞാൻ ഇവരെ വയ്യെ തന്നെ പോയതാണ് കേട്ടോ. അങ്ങനെ അവിടെ ഒരു നാഗസ്ഥാനം എന്ന് പറഞ്ഞ ആളെത്തിയ ഒരാൾ അവിടെ നിന്ന് ചന്ദനം ഇങ്ങനെ തൊട്ട് കഴിഞ്ഞിട്ട്. അപ്പോൾ അയാൾ പറഞ്ഞ് 10 രൂപ ഇവിടെ ഇട്ടിട്ട് പോകുന്നത്. അവിടെ അങ്ങനെ 10 രൂപയൊക്കെ ഇട്ട് ഞാൻ ഇത് അവിടെ നിന്ന് പിന്നെ നടന്ന്. പിന്നെ ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു പണ്ടൊക്കെ ഞാൻ ഇതിനൊക്കെ എത്ര വാശി പിടിച്ചാൽ അറിയാം. ഇപ്പം ഇങ്ങനത്തെ ഒന്നും വേണ്ട. അങ്ങനെ അവിടെ നിന്നൊക്കെ നടന്നത് അമ്പലത്തിലേക്ക് പോയിട്ടാ. അങ്ങനെ വിചാരിച്ചോല്ലോ അത്ര തിരക്കൊന്നുമില്ല. പിന്നെ ഇവിടുന്ന് ഞാൻ കുളിച്ച് മാറ്റിയതാ കേട്ടോ. മുത്തപ്പനെ കണ്ട് ഭയങ്കര സന്തോഷമായിട്ടോ. എനിക്കറിയില്ല എന്താന്ന്, ഇവിടെ വന്ന് പോകുമ്പോൾ എനിക്ക് ഇങ്ങനെയാട്ടോ ഭയങ്കര സന്തോഷമാവും. മനസ്സിനൊക്കെ എന്തോരം സുഖമാണ്. അങ്ങനെ അവിടെ നിന്ന് നേരെ ബസ്സിൽ ഓടി വന്ന കേട്ടോ. കാരണം വെച്ചാൽ ഇവിടെ 6 മണി 6:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ ബസ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞ്. അങ്ങനെ ആണെങ്കിൽ എൻ്റെ ഫോണിലാണെങ്കിൽ തുള്ളി ചാർജും ഇല്ല. അതുകൊണ്ടാട്ടോ ബാക്കിയുള്ള വീഡിയോ ഒന്നും ഇല്ലാതെ. അപ്പോൾ ശരി, ഓക്കെ, ബായ്, പിന്നെ കാണാം കേട്ടോ.